നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. എം.എസ്.ഡിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹം കളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കളിക്കാത്തത്? ഫാൻസിനെ പറഞ്ഞ് പറ്റിക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. ഇത് എം.എസ്.ഡി ഉണ്ടാവും എന്ന് പറയുക. അങ്ങനെ ടിക്കറ്റ് സെയിലും കാര്യങ്ങളൊക്കെ നടക്കുക. എന്നാൽ എം.എസ്.ഡി കളിക്കൂല്ല. ഇങ്ങനെ ഈ സീസൺ കടന്നു പോകുമോ എന്നൊക്കെയാണ് ചോദ്യം. അദ്ദേഹം 100% ഫിറ്റാണെന്ന് ചിലർ പറയുന്നു. അങ്ങനെ ഫിറ്റാന്ന് പറയുമ്പോഴും ടീമിൻ്റെ കോമ്പിനേഷനെ ബാധിക്കണ്ടെന്ന് കരുതിയിട്ടാണ് കളിക്കാത്തതെന്ന് ചിലർ പറയുന്നു. അപ്പോൾ ആകെ കൂടി പലതരത്തിലുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് യാഥാർത്ഥ്യം? എം.എസ്.ഡി ഫിറ്റാണോ? ഫിറ്റാണെങ്കിൽ അദ്ദേഹം കളിക്കേണ്ടതല്ലേ? ഏറ്റവും പുതിയ ചില സൂചനകൾ നമ്മളൊന്ന് നോക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് ഓരോ ജേർണലിസ്റ്റുകൾ പറയുന്നങ്ങ് അവരുടെ ക്രെഡിബിലിറ്റി നോക്കി അങ്ങ് വിശ്വസിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് നിലവിൽ സ്പോർട്സ് നൗവിൻ്റെ സ്പോർട്സ് ജേർണലിസ്റ്റ്, അതായത് ചീഫ് കറസ്പോണ്ടൻറ്റ് അല്ലെങ്കിൽ ടീം ലീഡ് എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിൽ വർക്ക് ചെയ്യുന്ന ടൈംസ് നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് സ്പോർട്സ് നൗ. അവരുടെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള അൻഗാൻ ഖാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ പറയുന്നത് എം.എസ്.ഡി 100% ഫിറ്റാണ് എന്ന് പറയുന്ന ക്ലെയിം കംപ്ലീറ്റ്ലി ഫോൾസാണ്. ഒരു ടോപ്പ് CSK ഒഫീഷ്യൽ കൺഫേം ചെയ്യുന്നത് എം.എസ്.ഡിക്ക് ഇപ്പോഴും പരിക്കുണ്ട്, പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ല. എം.എസ് മാനേജ്മെൻറ്റിനോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് നമ്പർ 7 നമ്പർ 8 മാത്രമേ ബാറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ്. അങ്ങനെ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ക്വിക്ക് റണ്ണിങ് അവിടെ ആവശ്യമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് വേദന കാരണം, കാഫിൻ്റെ വേദന കാരണം അങ്ങനെ റൺ ചെയ്യാൻ കഴിയുന്നില്ല. ദാറ്റ്സ് വൈ ഈസ് ഇൻ പ്ലേയിങ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്, അൻഗാൻ ഖാർ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, അദ്ദേഹം ഈ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ ട്വീറ്റ് ചെയ്യുമ്പോൾ അഭിഷേക് ത്രിപാഠി, നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സോഴ്സിൽ നിന്ന് നമ്മൾ വാർത്തകൾ എടുക്കാറുണ്ട്, ജാഗ്രൻ ന്യൂസിൻ്റെ ജേർണലിസ്റ്റാണ്. അദ്ദേഹം ഇതിന് ശരിവെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ CSK ഒഫീഷ്യലും ആ പറഞ്ഞ അൻഗാൻ ഖാറും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഞാനും അടുത്തുണ്ടായിരുന്നു. യെസ്, ഐ വാസ് സിറ്റിംഗ് റൈറ്റ് ദെയർ. ചെന്നൈ ടീമിൻ്റെ ഒരു ടോപ്പ് ഒഫീഷ്യൽ ഞങ്ങളോട് പറഞ്ഞത് എം.എസ്.ഡി ഫിറ്റല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് വരാതിരുന്നത് എന്ന്. അതായത് ഇപ്പോൾ ഈ മത്സരം DC-ക്കെതിരെയായിരുന്നില്ല, അത് കളിച്ചില്ല, അതാ പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് വരാതിരുന്നത്. അപ്പോൾ അദ്ദേഹം മാനേജ്മെൻറ്റിനോട് പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഫിറ്റ് ആവാത്തിടത്തോളം കാലം കളിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എം.എസ്.ഡിയുടെ നിലപാടതാണ് എന്നുകൂടി അഭിഷേക് ത്രിപാഠി പറഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ എം.എസ്.ഡി ഫിറ്റായിട്ടും ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി കളിക്കാതിരിക്കുന്നതല്ല, അത് എപ്പോഴും 100% ഫിറ്റല്ല. കളിക്കാൻ ഇറങ്ങിയാൽ നമ്പർ 7 നമ്പർ 8 ആയിരിക്കും ബാറ്റ് ചെയ്യാൻ വേണ്ടി വരിക. അങ്ങനെ ബാറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ കളിയുടെ അവസാന ഘട്ടം, ഇന്നിങ്സിൻ്റെ അവസാന ഘട്ടമൊക്കെ ആകുമ്പോൾ ക്വിക്ക് റണ്ണിങ്ങും മറ്റുമൊക്കെ ആവശ്യമാകും. അതിന് പറ്റുന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിന് ഇപ്പോഴും പരിക്ക് ഭേദമായിട്ടില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.